നമസ്കാരം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉണ്ടായ സംഭവം അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം കേരളത്തെ നടുക്കുന്നതായിരുന്നു. അതായത് പിതാവ്, മാതാവ്, മകൾ എന്നിവർ ഈ ഒരു വഴക്കുണ്ടാകുന്നു. വഴക്കുമായി ബന്ധപ്പെട്ട് ഒടുവിൽ അതൊരു മരണത്തിലേക്ക് കലാശിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നപ്പോൾ അറിയാൻ സാധിച്ചത് ഈ ഒരു കല്യാണക്കാര്യം സംസാരിച്ച് വഴക്ക് കൂടി പിതാവ് തന്നെ ഇത്തരത്തിൽ കത്തിച്ചു, അല്ലെങ്കിൽ വീട് കത്തിച്ചു എന്നതടക്കമുള്ള ഒരു രീതിയിലായിരുന്നു വാർത്ത പുറത്തു വന്നത്. പക്ഷേ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മകൻ്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും സംഭവിച്ചത് വിഭിന്നമായ കാര്യങ്ങളാണ്. അതായത് പ്രണയവിവാഹത്തിന് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ മകൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഈ ശ്രമത്തിനിടെയാണ് മാതാപിതാക്കളും ആളിപ്പടർന്ന തീയിലകപ്പെട്ട് കൊല്ലപ്പെട്ടത്. അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മൂവരുടെയും മൃതദേഹം അവസാനമായി കുടുംബ വീട്ടിലെത്തിച്ചിരുന്നു. മകളുടെ പ്രണയം സംബന്ധിച്ച തർക്കത്തിനിടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ശ്രീജ, അതായത് അമ്മ. ശ്രീജയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റ ഭർത്താവ് സത്യപാലനും മകൾ അഞ്ജലിയുമാണ് മരിച്ചത്. മകൻ അഖിലേഷിന് പൊള്ളലേൽക്കുകയായിരുന്നു. ശ്രീനിപുരം കോളനിക്ക് സമീപം റാന്നി റോഡരികിലെ വീടിനും തീപിടിച്ചിരുന്നു. ഈ വീട്ടിൽ നിന്ന് അല്പം അകലെയുള്ള കുടുംബ വീട്ടിലേക്കാണ് ഇന്നലെ 3 പേരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചത്. ഇരു കാലുകളിലും പൊള്ളലേറ്റ അഖിലേഷിനെ മാതാപിതാക്കൾക്കും സഹോദരിക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ കൊണ്ടുവന്നിരുന്നു. നടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് കസേരയിൽ ഇരുത്തിയാണ് അഖിലേഷിനെ കൊണ്ടുവന്നത്. ഇതുമൂലം അടുത്ത ബന്ധുക്കളാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന അഞ്ജലി 4 ദിവസം മുൻപാണ് അവധിക്കെത്തിയത്. അഞ്ജലിയുമായി പ്രണയത്തിലായിരുന്ന അയൽവാസിയായ യുവാവ് ഇവരുടെ വീട്ടിലെത്തുകയും വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മാതാപിതാക്കൾ ഇതിനെ എതിർത്തു. യുവാവ് മടങ്ങിയ ശേഷം വീട്ടിലുള്ളവർ തമ്മിൽ തർക്കമുണ്ടായി. വഴക്കിനിടെ അമ്മ ശ്രീജ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത് തീ ആളിക്കത്തുകയും പിതാവും അതുപോലെ തന്നെ മകളും മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അഞ്ജലി മരിക്കുന്നതിന് മുമ്പ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളും അഖിലേഷിൻ്റെ മൊഴിയും ചേർത്താണ് പോലീസ് ശ്രീജ ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിൽ എത്തിയത്. സംഭവത്തിന് മറ്റാരും ദൃക്സാക്ഷികളല്ല. ജില്ലാ പോലീസ് മേധാവി ഷാവുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘമെത്തി. ഈ കൊല്ലപ്പെട്ട സത്യപാലൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നടത്തുന്നതിനാൽ വീട്ടിൽ പെട്രോൾ സൂക്ഷിക്കുക പതിവായിരുന്നു. തീ പടരാൻ ഉപയോഗിച്ചത് പെട്രോൾ തന്നെയാണെന്നാണ് പോലീസ് നിഗമനം. ആത്മഹത്യാ പ്രേരണയ്ക്ക് ആസ്പദമായ സംഭവങ്ങൾ അന്വേഷിച്ച് വരികയാണ്. തുടർ നടപടികൾ അന്വേഷണത്തിന് ശേഷം സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം ഈ ഒരു സംഭവം അയൽവാസികളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്, അതായത് പെട്ടെന്ന് അയൽപക്കത്തൊരു വീട് നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണ് അയൽവാസികൾ കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും മനസ്സിലായില്ല. തീയും പുകയും നിലവിളിയും ഉയരുന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിച്ചെന്ന് നോക്കിയത്. ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇനി വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് അയൽവാസികൾ പ്രതികരിച്ചത്. പൊള്ളലേറ്റ നിലയിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടതിൻ്റെ നടുക്കം മാറാതെ കഴിയുകയാണ് അയൽവാസികൾ. ദേഹമാസകലം പൊള്ളിയ നിലയിലായിരുന്നു മൂവരും. വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. പോലീസ് വീട് സീൽ ചെയ്തു. ഇനിയും ഫോറൻസിക് വിദഗ്ധർ വീട് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മുൻപ് ചായക്കട നടത്തിയിരുന്നയാളാണ് സത്യപാലൻ. ഇപ്പോൾ മൈക്ക് വാടകയ്ക്ക് നൽകുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം സത്യപാലൻ്റെ വീട് തീ പിടിച്ച് കത്തിയപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നടക്കാൻ കഴിയാതെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. കോളനിയിൽ തീ പിടിച്ച വീടിൻ്റെ തൊട്ടരികിൽ സ്വന്തം വീട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു 48 വയസ്സുള്ള ഈ വ്യക്തി. കാലിന് ശേഷിക്കുറവുള്ള ആൾക്ക് സംസാരശേഷിയും കുറവാണ്. ആളുകൾ അവസരോചിതമായി ഓടിയെത്തി ഇദ്ദേഹത്തെ കസേരയോടെ എടുത്ത് റോഡിന് എതിർവശത്ത് എത്തിച്ച് രക്ഷപ്പെടുത്തി. മകളുടെ പ്രണയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു അതിദാരുണമായ അന്ത്യത്തിലേക്ക് നയിക്കപ്പെട്ടത്. സാരമായി പൊള്ളലേറ്റ മകൻ ചികിത്സയിലായിരുന്നു. ഇതര ജാതിയിൽപ്പെട്ട യുവാവിനെ മകൾ പ്രണയിച്ചതിലുള്ള എതിർപ്പാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ശ്രീനിപുരം പുത്തൻപുരയ്ക്കൽ സത്യപാലൻ, ഭാര്യ ശ്രീജ, മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത്. ശ്രീജ സംഭവസ്ഥലത്ത് വെച്ചും മറ്റു 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മരിച്ചത്. പൊള്ളലേറ്റ മകൻ അഖിലേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സയിലായിരുന്നത്. വെള്ളിയാഴ്ച 12 മണിയോടെയാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. വീടിനുള്ളിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് സമീപവാസികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. വാതിൽ അടച്ച നിലയിലായിരുന്നു. അഞ്ജലിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി വെള്ളിയാഴ്ച രാവിലെ ഒരു യുവാവ് ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. പിന്നാലെ വാക്കേറ്റവും ഉണ്ടായി. ഈ യുവാവ് പോയ ശേഷമാണ് വീട്ടിൽ വഴക്കുണ്ടായതെന്നും തുടർന്ന് തീ ഉയരുന്നത് കണ്ടതെന്നും അയൽവാസികൾ പറയുന്നു. സമീപവാസികളും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അഗ്നിരക്ഷാസേനയും ചേർന്ന് തീ അണച്ചു. വീടിൻ്റെ ഉൾവശവും വൈദ്യുതി വയറുകളും മേൽക്കൂരയിലെ ഷീറ്റുമൊക്കെ കത്തി നശിച്ചു. വിദേശത്ത് നേഴ്സായിരുന്ന അഞ്ജലി ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. വീട്ടിൽ വന്ന യുവാവിനെ വിവാഹം കഴിച്ചാൽ താൻ ജീവനെടുക്കുമെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ഭീഷണി മുഴക്കിയിരുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു ആദ്യം വിവരങ്ങൾ പുറത്തു വന്നത്. പൊള്ളലേറ്റ മകനാണ് സംഭവത്തിൽ ഏക ദൃക്സാക്ഷിയായിരുന്നത്. മകൻ്റെ കൂടി മൊഴി കേട്ട ശേഷമാണ് കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നത്.
കഴിഞ്ഞ ദിവസമൊന്നും മകന് മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ചികിത്സയിലായതിനാൽ അതിന് സാധിച്ചിരുന്നില്ല. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. താല്പര്യമുള്ള ആളുമായി വിവാഹം നടത്തിയില്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള അഞ്ജലിയുടെ തീരുമാനമാണ് പ്രകോപനത്തിന് കാരണമെന്നും നിഗമനമുണ്ടായിരുന്നു. ശരീരത്തിൽ 20% പൊള്ളലാണ് ഏറ്റത്. ഈ സത്യവാന്റെ മകൻ അഖിലേഷ് മാത്രമാണ് ഈ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന മകൻ അഖിലേഷിൻ്റെ മൊഴിയെടുക്കുന്നതോടെയാണ് കേസിൽ വ്യക്തത വന്നത്. വെള്ളിയാഴ്ച പകൽ 12 മണിക്കാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഒരു കുടുംബവും വീടും കത്തുന്ന കാഴ്ച. അയൽവാസികൾ ഓടിയെത്തി. സമീപ വീടുകളിലെ കുടിവെള്ള ടാങ്കിലെ വെള്ളം ഉപയോഗിച്ചും പാത്രങ്ങളിൽ വെള്ളം എത്തിച്ചും തീയണയ്ക്കാൻ ശ്രമിച്ചു. 3 പേരുടെ മരണത്തിനിടയായ വീട് തീഗോളം പോലെയായി. ആളൊന്ന് തീയിലേക്ക് ഇറങ്ങാതെ നാട്ടുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന എത്താനും വൈകി. സ്ഥലവാസിയായ ശിവൻ മുന്നിട്ടിറങ്ങി. എരുമേലി റാന്നി റോഡിൽ ശ്രീപുരം ജംഗ്ഷനിൽ പാതയോരത്താണ് വീട്. സിമന്റ് കട്ട കെട്ടി തേക്കാതെ ആസ്ബസ്റ്റോസ് മേൽക്കൂരയിൽ തീർത്ത വീട്. തീച്ചൂടിൽ വെന്തുരുകി വീടിന്റെ ഭിത്തിയും മേൽക്കൂരയും. 4 ജീവനായിരുന്നു വീടിനുള്ളിൽ. അഖിലേഷ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വീട് കത്തുന്നത് കണ്ടത്. മുറിക്കുള്ളിൽ തീ പടർന്ന് അച്ഛനും അമ്മയും. അച്ഛനെ ആദ്യം സുരക്ഷിതനാക്കി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആദ്യം പുറത്തെടുത്തത് അഞ്ജലിയാണ്. നിമിഷാർത്ഥത്തിൽ എല്ലാം കഴിഞ്ഞു. പോലീസും അഗ്നിരക്ഷാസേനയും റവന്യൂ വകുപ്പുമൊക്കെ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു അയൽവാസികൾ. അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കൂടി കാണാം. പോണേട്ടാ ഫോട്ടോയോ? ഞാൻ ഫോട്ടോ അല്ല വീഡിയോ എടുക്കാം.